അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓർ വെൽക്കം ടു മൈ ചാനൽ. ഇതൊരു ക്യൂക്ക് വ്ളോഗാണ് കേട്ടോ. ഈ ഒരു വ്ളോഗ് ഇടാനില്ല ഒരു പ്ലാനിങ്ങും എനിക്കില്ലേ. ഒരു ഗെറ്റ് റെഡി വിത്ത് മീന്റെ ഷോർട്സ് ഇടാനില്ല ഒരു പ്ലാനിങ്ങിലാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത്. അതിപ്പോ ഒരു വ്ളോഗ് ആക്കി ഇട്ടു എന്ന് മാത്രം. എനിക്ക് കുറെ കമന്റ്സ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിലെ DM ആയിട്ടും ഈ ഒരു ലെൻസിനെ കുറിച്ചാണ് ചോദിച്ചത്. ഈ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്യുന്ന ലെൻസിന്റെ ഷെയ്ഡ് ഏതാണെന്ന്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ലെൻസിന്റെ ഷെയ്ഡ് ഡാർക്ക് ഗ്രേ ആണ്. ഏതാ ബ്രാൻഡ് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അക്വ ലെൻസ് ആണെന്നാണ് എന്റെ ഒരു നിഗമനം. ഇപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ലെൻസ് വെക്കാറ്. സാധാരണ ഞാൻ ഇങ്ങനെ അല്ല കേട്ടോ വെക്കാറ്. ഇങ്ങനെ വെച്ച് നോക്കിയപ്പം ഇതൊരു സിമ്പിൾ വേ ആയിട്ട് എനിക്ക് തോന്നി. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കിട്ടോ. പക്ഷെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിന് ലെൻസ് വെക്കാൻ ഓരോ സ്റ്റൈലൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെയാണ് കേട്ടോ വെക്കാറ്. അങ്ങനെ ലെൻസ് ഒക്കെ വെച്ച് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ടോണർ അടിക്കാണ്. എപ്പൊ യൂസ് ചെയ്യണ പോലെ ഇന്നും ഞാൻ പ്ലമ്മിന്റെ ടോണറാണ് കേട്ടോ യൂസ് ചെയ്യണത്. പിന്നെ അതൊന്ന് ഡ്രൈ ആയി തുടങ്ങിയപ്പോ ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ PSCയുടെ അക്വബ്ലാസ്റ്റ് എന്ന മോയ്സ്ചറൈസർ ആണോ യൂസ് ചെയ്യുന്നത്. ഇത് എനിക്ക് ഇത്തിരി എക്സ്പെൻസീവ് ആയതുകൊണ്ട് എപ്പോഴും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ സൺസ്ക്രീൻ ആയിട്ട് ഞാൻ എന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയ ഫോക്സ്റ്റൈലിന്റെ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടാൽ അതിന്ന് മാറാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സൺസ്ക്രീൻ ആണ് ഈ ഫോക്സ്റ്റൈലിന്റെ. ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ബ്രാൻഡൊക്കെ ഒന്ന് യൂസ് ചെയ്ത് തുടങ്ങണം. അങ്ങനെ സ്കിൻ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ പ്രൈമർ ആയിട്ട് ഓറിക്കിന്റെ ഹെൽത്തി ഗ്ലോ മേക്കപ്പ് ബേസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഗ്ലോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ അത്രക്ക് നല്ല അഫോർഡബിൾ ഒന്നും അല്ല, എന്നാൽ കുഴപ്പമില്ലാണ്ട് അഫോർഡബിളും ആണ്. ഇപ്പൊ കുറച്ചായിട്ട് ഇത്തിരി കുരുവും പാടൊക്കെ ഉണ്ട് എന്റെ ഫേസിൽ. അപ്പൊ പിന്നെ അതൊക്കെ ഒന്ന് ഹൈഡ് ആക്കാൻ കളർ കറക്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ അതൊക്കെ ഒന്ന് ബ്ലെൻഡ് ആക്കി എടുത്തു. ഇനിയിപ്പോ അടുത്തതായിട്ട് ഞാൻ കൺസീലർ ആണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ കൺസീലർ ആയിട്ട് യൂസ് ചെയ്യുന്നത് Forever 52 ആണ് കേട്ടോ. ഈ ഒരു കൺസീലർ എന്റെ ഫേവറേറ്റ് കൺസീലർ ആണ്. ആക്ച്വലി ഞാൻ ഇത് ബ്രൈറ്റ്സിന് വേണ്ടി മേടിച്ചതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അത് ഞാൻ അങ്ങ് എടുത്തു. നമ്മളെ കണ്ണിന് ചുറ്റിലും ഇങ്ങനെ ചെറിയ ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യണതാവും ബെറ്റർ. അങ്ങനെ അൺഈവൻ ആയ സ്കിന്നിനെ ഒന്ന് ഈവൻ ആക്കി എടുത്തിട്ട് ഇനി നമുക്കൊന്ന് ഫൗണ്ടേഷൻ ഇടാം. ഞാൻ ഫൗണ്ടേഷൻ ആയിട്ട് ഹുഡ ബ്യൂട്ടി തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അതിലൂടെ ഞാൻ പ്രൈമർ ആയിട്ട് യൂസ് ആക്കിയ ഓറിക് ഹെൽത്തി ഗ്ലോ മേക്കപ്പ് ബേസും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കൂടി ചെയ്താൽ നമ്മുടെ ഗ്ലോ അങ്ങ് കൂടും. പിന്നെ ഈ ഒരു ബ്രഷ് നമ്മളെ ഫൗണ്ടേഷൻ ഒക്കെ ബ്ലെൻഡ് ചെയ്യാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. പേഴ്സണലി ബ്ലെൻഡറിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഈ ഒരു ബ്രഷ് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി ലൈൻസ് വരുന്ന സ്പോട്ടിലൊക്കെ ഒന്ന് സെറ്റിംഗ് പൗഡർ വെച്ച് സെറ്റാക്കി എടുക്കാം. ഇനി നമുക്ക് ഐബ്രോ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഐബ്രോസ് സെറ്റാക്കാൻ ഞാൻ ഇവിടെ മാസിന്റെ ഐബ്രോ പൗഡർ പാലറ്റ് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഐബ്രോ ഫില്ല് ചെയ്യല് എങ്ങനെയെന്ന് കുറെ ആൾക്കാർ എന്നോട് ചോദിക്കലുണ്ട്. ഞാനിതാ ഇങ്ങനെയാണ് കേട്ടോ ഫില്ല് ചെയ്യാറ്. ഐബ്രോസിന് ബ്ലാക്ക് കളർ യൂസ് ചെയ്താൽ ഐബ്രോസിനൊക്കെ ഒരു ആർട്ടിഫിഷ്യൽ ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ബ്രൗൺ ഓർ ഗ്രേ ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഗ്രേ കളർ ആണ് കേട്ടോ യൂസ് ചെയ്യാറ്. എന്നിട്ട് ഇതാ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ചെയ്തോ, എനിക്ക് പറഞ്ഞു തരാൻ അറിയൂല കേട്ടോ. ഇനി നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ആദ്യം ഐഷാഡോ ആണ് സെറ്റ് ആക്കുന്നത്. ഒരു ലൈറ്റ് കളർ ഐഷാഡോ വെച്ചിട്ട് അതിലിട്ട് കംപ്ലീറ്റ് ഒരു ബേസ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലൈറ്റ് ബ്രൗൺ വെച്ചിട്ട് ഒന്ന് സ്റ്റാർട്ടിങ് കൊടുക്കുക. എന്നിട്ട് എൻഡിക്കായിട്ട് നല്ല ഡാർക്ക് ആയിട്ട് തന്നെ കൊടുക്കുക. ആ ഡാർക്ക് തന്നെ കണ്ണിന്റെ താഴെ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന്റെ ഫൈനൽ ഇതാ ഇങ്ങനെ ഇരിക്കും കേട്ടോ. എന്നിട്ട് ഐലിഡിന്റെ സെൻട്രലായിട്ട് ഒരു ചെറിയ ഷ്രിമ്മർ കൊടുക്കണുണ്ട് കേട്ടോ ഞാന്. ഇനിയാണ് എനിക്ക് ഏറ്റവും ടാസ്കുള്ള ഒരു കാര്യം, ഒരേ ലെങ്ത്തിലും വിഡ്ത്തിലും കണ്ണ് എഴുതെടുക്കല്. ഞാനിവിടെ റെനയുടെ ഐജെല്ലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഐലൈനർ ബ്രഷ് കൂടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ നല്ല ലെങ്ത്തിലെ ബ്രഷ് കൊണ്ട് വരക്കുമ്പോൾ നല്ല പെർഫെക്ഷൻ കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ ബ്രഷ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിന് നല്ല തിന്നായിട്ടുള്ള ബ്രഷാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച പോലെയൊക്കെ വരക്കാൻ പറ്റും. ഞാനിവിടെ ഐലൈൻ ചെയ്ത് കൊടുക്കുന്നത് 2 കോർണേഴ്സിലും പിന്നെ വാട്ടർ ലൈനിലും കൂടിയാണ് കേട്ടോ. ഇപ്പൊ കുറച്ചായിട്ട് എനിക്ക് കണ്ണിൽ താഴെ കൂടെ കണ്ണ് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ബ്രഷ് ആയതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാവാം അങ്ങനെ ഒരു കണ്ണ് എനിക്ക് സക്സസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ അതുപോലെ മറ്റേ കണ്ണാക്കലാണ് അടുത്ത ടാസ്ക്. പിന്നെ ഐബ്രോസ് ബ്ലാക്ക് കളർ വെച്ചിട്ട് ഞാൻ ചെറുതായിട്ട് ഐലൈനർ ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ നല്ല വാലിട്ടിട്ടാണ് കണ്ണ് എഴുതുന്നത്, കാരണം എന്റെ കുഞ്ഞി കണ്ണൊന്ന് വലിയതായിട്ട് കാണാന്. ഇനി മസ്കാര ആയിട്ട് ഞാൻ ഇവിടെ മാസിന്റെ ഡബിൾ ട്രിപ്പിൾ മസ്കാറയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ ഒരു മസ്കാരയിൽ 2 ബ്രഷസ് ആണ് വരുന്നത്. ഒന്ന് വോളിയം കൂട്ടാനും ഒന്ന് ലെങ്ത് കൂട്ടാനും. പിന്നെ ഇത് ഭയങ്കര വാട്ടർ പ്രൂഫ് ആണ് കേട്ടോ. ഇടുമ്പോ നല്ല ഭംഗിയാ, കേകി കളയാനാണ് പാട്. ഇനി നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ട് ബ്ലഷ് ഇടാം. ഞാനിവിടെ ഷീഗ്ലാമിന്റെ ബ്ലഷ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് കാലമായിട്ട് എനിക്ക് ബ്ലഷിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ ഒട്ടും പിശുക്കിയില്ല, നല്ല പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹൈലൈറ്റർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ വീഡിയോ എന്റെ ചെറുതായിട്ട് മിസ്സായി പോയി. ഇനി നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ലിപ് ലൈനർ വെച്ചിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ലിപ്സ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നത് സൗദി അറേബ്യയിലുള്ള ഒരു ബ്രാൻഡാണ്. പേര് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. അങ്ങനെ എന്റെ മേക്കപ്പ് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇതാണ് കേട്ടോ എന്റെ കംപ്ലീറ്റ് ലുക്ക്. അവസാനമായിട്ട് ഒരു സെറ്റിംഗ് സ്പ്രേ കൂടെ അടിച്ചാൽ ഓൾ സെറ്റ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. ബൈ.